ഹലോ ഹായ് നമസ്കാരം. ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദൂട്ടി എന്റെയെന്നല്ലേ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ആദൂട്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ രാവിലത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താക്കറേൻ്റെ അടുത്താണ് കേട്ടോ ഇന്ന്. ആദൂട്ടിയുടെ അപ്പൂസിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് പെരുന്നാൾ ആഘോഷം. അപ്പോൾ അതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല. നമുക്ക് ഏത് ദിവസം ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരിയും കൂടി പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കാണ്ട് എന്നിട്ട് നമുക്ക് ഹോം ടൂർ ചെയ്യാം. അതുട്ടിന് കാണിച്ചു തരാം കേട്ടോ. അതുട്ടി ഇവിടെ കിടപ്പേ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കുളിച്ച് സുന്ദരനായി കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുട്ടിക്ക് പുട്ട് കൊടുക്കണം. അതുട്ടിക്ക് രാവിലെ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് കിടത്തിയതാണ്. ഇനിയിപ്പോൾ മെഡിസിൻ കൊടുത്തിട്ട് പുട്ട് കൊടുക്കണം. പുട്ടും പഴവും അല്ലേ മോനെ? അപ്പോൾ പുട്ട് അടുപ്പത്ത് വയ്ക്കാൻ തുടങ്ങുവാണ്. അതുട്ടി ഇവിടെ കിടക്കട്ടെ കേട്ടോ. രാവിലത്തെ പരിപാടിയിലാണ്, വേറൊന്നുമില്ല കേട്ടോ. പുട്ടുണ്ടാക്കൽ തന്നെ. പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നേ അവിടെ എന്തോ പണി നടപ്പുണ്ട്. അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം മോന്ത കാണുന്നില്ല അല്ലേ? പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. രാവിലെ പുട്ടാണിന്ന്. പുട്ടുണ്ട്, പഴമുണ്ട് കേട്ടോ. അപ്പോൾ പഴവും പുട്ടും. പിന്നെ നമ്മൾ ഒരുപാട് ഫുഡും കറികളൊന്നും വെക്കുന്നില്ല. താഴേൻ്റെ അടുത്ത് പോകുമ്പോൾ പിന്നെ അതെല്ലാം വേസ്റ്റ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുട്ടും പഴവും ഒരു ദിവസം അങ്ങനെ പോട്ടെ. പിന്നെ മാളൂസിനൊന്നും വേണ്ട. മാളൂസിന് വയ്യാത്തതുകൊണ്ട് മാളൂസിനൊന്നും വേണ്ട കേട്ടോ. എനിക്കും ഉണ്ണിക്കുട്ടനും അതുട്ടിക്കും മതി. മാളൂന് പല്ലിന് എന്താണോ പഴുത്തിട്ടാണോ കുറയുന്നില്ല കേട്ടോ. നീര് കുറയുന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഡോക്ടറെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ആരും എടുക്കണില്ല. ഇന്നിപ്പോൾ പെരുന്നാൾ ലീവാന്ന് തോന്നുന്നു. നാളെ ഇനിയിപ്പം മാളൂനെയും കൂടെ പോയി കാണിക്കണം. വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. കൊച്ചിന് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. അത് പോയി കാണിക്കണം. മാളൂസിന് ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം മനസ്സിനൊന്നും വലിയൊരു സന്തോഷമില്ല അവർക്ക് വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എന്തോ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പോയി നോക്കട്ടെ. അതൊക്കെ പോയി നോക്കട്ടെ കേട്ടോ. പുട്ടടുപ്പത്ത് വെച്ചു കേട്ടോ. പുട്ടടുപ്പത്ത് വെച്ചതേ അതുട്ടി അവിടെ കിടപ്പുണ്ട്. മാളുക്കൊച്ച അവിടെ കിടപ്പുണ്ട്. ഉണ്ണിക്കുട്ടൻ ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. പോയാ എവിടെ പോടാ? ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, പേര് പറ. ഉണ്ണിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുക. ഒരു നാണം. അപ്പം അവര് ആരാന്നറിയത്തില്ല 3 മാങ്ങ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാങ്ങയുണ്ടോ കുഞ്ഞാ? വേണോ? മാങ്ങ വേണോ? സ്ഥലത്തുണ്ടോ? 3 മാങ്ങ ആരോ കൊണ്ടുപോയി വെച്ചിട്ട് അറിയില്ല. രാവിലെ എണീറ്റപ്പോഴത്തേക്കും 3 മാങ്ങ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ തന്നെയാണ് കേട്ടോ. നമ്മൾ വയനാട്ടുകാർക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. വയനാട്ടുകാർക്കല്ല എല്ലാവർക്കും കേട്ടോ. ഉണ്ണിക്കുട്ടൻ എങ്ങോട്ട് പോയതാണ്? നടപ്പുണ്ട്, കണ്ടില്ല. താകരേൻ്റെ വീട്ടിൽ പോയതാന്ന് തോന്നുന്നു. എന്തിനു പോയതെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ വരുമായിരിക്കും. ഉണ്ണിക്കുട്ടൻ ഇതേ താഹിറേൻ്റെ വീട്ടിൽ പോയിട്ട് മന്ദം നടന്നു വരുന്നു. കവറിനകത്ത് തന്നെടാ മീനാ. പോയിട്ടോ. ഉണ്ണിക്കുട്ടൻ കൂട്ടുകാരന് മീൻ കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഉണ്ണിക്കുട്ടൻ ഹായ് കൊടുക്ക. തലമുടി ഒന്നും ചീകിയിട്ടില്ല കേട്ടോ. ആഷിനൊരു ഹായ് കൊടുക്കും മോനെ. തുണി അലക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. രാവിലത്തെ തുണി മൊത്തം അലക്കിയിട്ടേക്കുന്നതാണ്. ഉണ്ണിക്കുട്ടൻ അതേ ഇരിക്കുന്നു. അപ്പുറത്ത് കുക്കറിൻ്റെ അടിയാണ്. ഉണ്ണിക്കുട്ടൻ മീനെ തപ്പിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇവരവിടെ തപ്പിപ്പിടിക്കട്ടെ. നമ്മുടെ പുട്ടായി കാണുന്നു. ഇതൊക്കെ മീൻ്റെയാണ് കേട്ടോ. ഇതെന്താന്ന് ഇങ്ങനെയെന്ന് ഓർക്കരുത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കിളി എത്തുപോയിന്ന്. ഓർമ്മ ഞാൻ അതിൻ്റെ കൂടെ മേടിച്ചിട്ടു കേട്ടോ. ആ പച്ചേനല്ലേ ഉണ്ണി നമ്മൾ മേടിച്ചിട്ടത്? ആ പച്ചേന അതിൻ്റെ കൂടെ മേടിച്ചിട്ടതാ കേട്ടോ. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിളീനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ എന്തോ കാര്യമായി ഇവിടെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. എവിടെ പോവാനാ? ആഷിന ലീവ് അവധി ദിവസം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഉണ്ണിക്കുട്ടന് ഭയങ്കര ബോറടിയാണ്. പുട്ടായിട്ടുണ്ട് കേട്ടോ. പുട്ട് കുത്തിയിടാമെന്ന് വിചാരിച്ച് മാങ്ങ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മാങ്ങ കൊടുക്കണം. നമുക്ക് ചുമ്മാ വെച്ച് വാട്ടിച്ച് കളയണ്ടല്ലോ. അതത് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം കറി ഇന്ന് വെക്കുന്നില്ലല്ലോ. ഇന്നൊന്നും വെക്കുന്നില്ലാത്തതുകൊണ്ട് അത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പുട്ട് കുത്തിയിടാൻ പോവുകയാണ്. എങ്ങനെ കിട്ടുമെന്നോ പൊടിഞ്ഞു പോകുന്നൊന്നും അറിയത്തില്ല. ഉണ്ണിക്ക് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇഷ്ടമില്ല കേട്ടോ. അതും പറയാലോ. അപ്പം പൊടിഞ്ഞു പോകാതെ ഇരുന്നാൽ പൊടിഞ്ഞു പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതുണ്ടോ
പൊടിഞ്ഞ് കുറച്ച് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പൊടിച്ചല്ലേ തിന്നുന്നേ, ഉണ്ണിയോട് ഞാൻ ചോദിക്കും പൊടിച്ചല്ലേ തിന്നുന്നേ, പിന്നെ എന്താ കുഴപ്പമൊന്നും ഇരിക്കും കേട്ടോ. രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇന്ന് ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, അതാണ്. കിട്ടുവാണെങ്കിൽ മാളക്കൊച്ചിനെ കൊണ്ടുപോകാമായിരുന്നു. അപ്പം ഇച്ചിരി കട്ടൻ ചായ വെക്കണം. കട്ടൻ ചായ വെച്ചിട്ട് പുട്ടെടുപ്പത്തിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇച്ചിരി ചായ വെക്കട്ടെ. പുട്ടുണ്ടാക്കി കേട്ടോ, 2 കുറ്റി പുട്ടേ ഉണ്ടാക്കിയുള്ളൂ. എനിക്ക് ഉണ്ണിക്കുട്ടനോ ആദൂട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇനിയിപ്പോൾ ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്തിട്ടേ പുട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദൂട്ടിക്കുള്ള പുട്ട് എടുക്കട്ടെ. പഴമുണ്ട്, അടുപ്പുറത്ത് പഴമുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ചിലപ്പോൾ അവൻ പുട്ട് ഇത്രയും തിന്നാൻ സാധ്യത അറിയത്തില്ല എങ്ങനെയാന്ന്. തേങ്ങ പറ്റത്തില്ല കേട്ടോ ആദൂട്ടിക്ക്. തേങ്ങ പറ്റിയല്ല കുഞ്ഞിന്. തേങ്ങ മാറ്റി വെച്ചു. പിന്നെ കട്ടൻ ചായ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ വെച്ച് വെച്ചിട്ടുണ്ട്, അതും കൊടുക്കണം. ആ ഉണ്ണിക്കൂട്ടം പറിച്ചോണ്ട് വെച്ചാൽ വാങ്ങിയാന്ന് കേട്ടോ. നീ അവിടെ പോവാ? പിരിപ്പിയാണ് കേട്ടോ. ഇത് മൊത്തം പിരിപ്പാണ് ഉണ്ണിക്ക്. അതുകുട്ടിക്ക് പുട്ടെടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. മാളക്കൊച്ച് ഉറങ്ങുവാണ്. കിടന്ന് എന്തോ വർത്താനം പറയുന്നത് നമ്മുടെ ആദൂട്ടി. എന്നതാ അപ്പൂപ്പ, ഇതെന്നതാ അപ്പൂപ്പ പറയുന്നേ? ഈ ചിരി മതി കേട്ടോ. എല്ലാ വിഷമവും നമുക്ക് മാറാണ്. ഇവൻ്റെ ഒരു ചിരി മതിയേ. എന്ത് സങ്കടം ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു പഞ്ചാര ചിരിയിൽ ഞാൻ അങ്ങ് അലിയും. പുട്ട് തരട്ടെടാ കള്ളച്ചെറുക്ക. ആ പുട്ട് കൊടുക്കണം. ഹായ്, നമ്മുടെ ആദൂട്ടിക്ക് പോവാണോ? വാച്ച് എന്നിട്ട് മറന്നുപോയാണ്. ഇതെങ്ങനെ ഉണ്ണിയിലേ വന്നു? നിക്ക്, ഞാൻ ആദൂട്ടിക്ക് ഫുഡൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അപ്പം ഫുഡ് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആദൂട്ടിക്ക് മരുന്നാണ് പോകുന്നത്. ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കും കേട്ടോ. അപ്പം ആദൂട്ടി മരുന്നൊക്കെ കുടിച്ച് നല്ല സുന്ദരനാവട്ടെ. പിന്നെ അതെ, നമ്മൾ ആദൂട്ടിക്ക് പുട്ടും പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ, കട്ടൻ ചായയാണേ. കട്ടൻ ചായ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. എന്നാലും ഇന്നിപ്പോൾ പുട്ടിൻ്റെ കൂടെ ആദൂട്ടി കട്ടൻ ചായ ഉണ്ടല്ലോ. കട്ടൻ ചായയിലൂടെ ഇത്രയും ഇതുള്ളൊരു കൊച്ച്. അപ്പം ആദൂട്ടിക്ക് തലമുടി പിടിച്ചല്ലേ, പറഞ്ഞേക്കോട്ടെ, തലമുടി പിടിച്ചല്ലേ അമ്മയുടെ. അപ്പോൾ കട്ടൻ ചായ ആദൂട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം പുട്ടും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് കാണാവേ, അല്ലേ? എല്ലാം കഴിച്ചിട്ട് കാണാവേ, എല്ലാം കഴിച്ചിട്ട് സുന്ദരനായി കാണാവേ. സുന്ദര കൂട്ടൻ പുട്ടും പഴമൊക്കെ കഴിച്ചു കേട്ടോ. പുട്ടും പഴമൊന്നും കഴിക്കാൻ അധികം താമസമൊന്നും വേണ്ട. പുട്ടും പഴം ഇഷ്ടമാണ്. എന്തിനാണ് മോന്ത് കുറിപ്പിച്ചിരിക്കുന്നത്? എന്താ മോന്ത് കുറിപ്പിച്ചിരിക്കുന്നത്? എന്തിനും പോയോ അമ്മേ? ഏമ്പക്കം പോകാനായിരുന്നോ? കുഞ്ഞുവാവ, എൻ്റെ കുഞ്ഞുവാവ കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചു, ഞാൻ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ താഴാൻ്റീൻ്റെ അടുത്ത് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം ലൈവ് വന്നു. അപ്പോൾ ആദൂട്ടിക്ക് ലൈവ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ലൈവൊക്കെ വന്നു. നമ്മളിനി മാസത്തിൽ 1-2 ലൈവൊക്കെ വരുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ലൈവൊക്കെ വന്നു, എല്ലാവരെയും കണ്ടു. സന്തോഷമായോ? ആദൂട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ. അയ്യോ എൻ്റെ ദൈവമേ, ചുമയെ പിടിച്ചു. എപ്പോൾ തൊട്ട് കള്ളത്തരം കാണിച്ച് ചവയ്ക്കുവാണ്. കള്ളത്തരം എന്ന് പറഞ്ഞാൽ പോലെ ഈ ചെറുക്കനെയും കൊണ്ട് മുടുത്തു. അയ്യോ വീണ്ടും ചുമ. ആദൂട്ടിൻ്റെ ഈ ചിരി മതി കേട്ടോ. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ആദൂട്ടിൻ്റെ ഈ ചിരിയും കൊണ്ട് മാറും കേട്ടോ. അതിനുള്ള പവറുണ്ട് ഈ ചിരിക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൺ വോയിസിലാണ് വീഡിയോ എടുക്കുള്ളൂ. കാരണം അല്ലാതെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. മോനെ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഓൺ വോയിസ് അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് അപ്പൂസിൻ്റെ വീട്ടിൽ പോകണം. ഇന്നത്തെ പെരുന്നാളിന് ആഘോഷം അപ്പൂസിൻ്റെ വീട്ടിൽ പോകണം. മോനെ കൊണ്ടോട്ടെ അപ്പൂസിൻ്റെ വീട്ടിൽ. അവൻ വരുന്നില്ല അപ്പൂസിൻ്റെ വീട്ടിൽ. അപ്പം ശരി, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമ്മാ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ
ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.